ഹായ് ഹലോ ആൻഡ് വെരി വെരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് MT പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഞാൻ എത്ര നാളായി MT പ്രോഡക്ട്സ് ഇട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇന്ന് എനിവേ ഒരു MT പ്രോഡക്ട്സ് ആണ് ഞാൻ ഉപയോഗിച്ച് തീർത്ത കുറച്ച് പ്രോഡക്ട്സ് ആണ്. പിന്നെ അതിൻ്റെ ഒരു മിനി റിവ്യൂ പോലെ പറയാം. പിന്നെ പർച്ചേസ് ചെയ്യുമോ അതോ ഇനി പർച്ചേസ് ചെയ്യില്ലേ എന്നൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത്. അപ്പോൾ സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. വെരി ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്കൊരു മേക്കപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണിത്. ഇൻസൈറ്റിൻ്റെ നോൺ ട്രാൻസ്ഫർ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഈ ഒരു നിങ്ങൾ ലിപ്സ്റ്റിക്സ് നല്ല അഫോർഡബിൾ റേറ്റിൽ ലിക്വിഡ് ലിപ്സ്റ്റിക് നോക്കുന്നുണ്ടെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യും, ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഇത്. കാരണം അത്രയും നല്ലതാണ്, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, നല്ല കളേഴ്സിൽ ഇത് അവൈലബിൾ ആട്ടോ. ഇതിൻ്റെ ഒരു 3-4 ഷെയ്ഡ് സെപ്പറേറ്റ് സ്വാച്ചും ഒക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ഐ ബട്ടണിൽ പോയാൽ കാണാൻ പറ്റുമേ. അപ്പം ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഓൾറെഡി റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് എഗെയിൻ ഇൻസൈറ്റിൻ്റെ കേട്ടോ. ഈ വീഡിയോ ഇൻസൈറ്റ് സ്പോൺസേർഡ് ഒന്നും അല്ല. ഇൻസൈറ്റ് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള നല്ല അത്യാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കി എഴുതാൻ നല്ല കുറച്ച് ഇടുന്നൊരു ബ്രാൻഡ് അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ ഷൈനി ഐലൈനർ വാട്ടർ പ്രൂഫ് ഐലൈനർ ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഐലൈനർ നല്ലതാണ് കേട്ടോ. കാരണം ഇത് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ നല്ലതാണ്. അത്യാവശ്യം ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നീളമുള്ള ഇതായതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമുണ്ട്. ഇതിങ്ങനെ കട്ട പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഉപയോഗിച്ചിടത്തോളം നല്ലൊരു ഐലൈനർ ആയിരുന്നേ. ആൻഡ് ഇതിൻ്റെ മെയിൻ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഐലൈനർ ആണെങ്കിൽ നമ്മളിങ്ങനെ ആക്കുകയാണെങ്കിൽ സ്മഡ്ജായി പോവില്ലേ. ഇത് അങ്ങനെയല്ല, ഇതിങ്ങനെ പീൽ ചെയ്യാൻ പറ്റും. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കിത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പീൽ ചെയ്താൽ മതി കേട്ടോ. പീൽ ചെയ്യുമ്പോഴത്തേക്ക് പീൽ ചെയ്തിങ്ങ് വരും. അങ്ങനത്തെ ഒരു ഗുണം ഉണ്ടായിരുന്നു ഇത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ മേക്കപ്പ് റിമൂവർ ഒക്കെ ഇട്ട് ഒറ്റ സ്വൈപ്പിൽ തന്നെയാണ് ഇതിങ്ങ് ഇളകിങ്ങ് വരും. അങ്ങനത്തെ എന്നാൽ പെട്ടെന്ന് പോത്തുമില്ല, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നതിനും. ഇത് എൻ്റെ സെക്കൻഡ് പർച്ചേസ് ആയിരുന്നു കേട്ടോ. ഇതും എൻ്റെ സെക്കൻഡ് പർച്ചേസ് ആയിരുന്നു. ഇനി വാങ്ങിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി, പക്ഷേ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലത്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഐലൈനർ. നെക്സ്റ്റ് വന്നിട്ട് ദ ഡെർമാക്കോയുടെ പീലിംഗ് എക്സ്പോലിയേറ്റർ ആണ്. ബേസിക്കലി കെമിക്കൽ എക്സ്പോലിയേറ്റർ ഇല്ലേ, അതായിരുന്നു സംഭവം. ഇത് വന്നിട്ട് 15% AHA + 1% BHA വരുന്ന ഒരു പീലിംഗ് എക്സ്പോലിയേറ്റർ ആയിരുന്നു. സംഭവം തീർന്നു എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത്, ഞാൻ കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ തീർന്നു എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് എങ്ങനെയൊക്കെയോ തീർത്തു എന്ന് പറയുന്നതാണ്. ശരിക്കും ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറ്റം പറയത്തില്ല. ഞാൻ ലാഗായിരുന്നു ഇത് ഉപയോഗിക്കുന്നതിൽ നിന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും, കൂടുതൽ തവണ ഉപയോഗിക്കാൻ പാടില്ല. മാക്സിമം ആഴ്ചയിൽ 2 തവണ, അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഞാനിത് ആഴ്ചയിൽ ഒരു തവണ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയായിരുന്നു ഉപയോഗിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ മടിയായിരിക്കും, ചിലപ്പോൾ മറന്നു പോകും, അങ്ങനെയായിരുന്നു. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഈ പ്രൊഡക്റ്റിന് എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട്, എനിക്കൊന്ന് കെമിക്കൽ എക്സ്പോലിയേറ്റർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ നല്ലതാണ്. പക്ഷേ ഞാനിതിൽ കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. സോ ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം ഈ പ്രൊഡക്റ്റിന് എനിക്കൊരു കുറ്റവും പറയാൻ പറ്റത്തില്ല. ഞാനാണ് കുറ്റക്കാരി ഇതിൽ. കാരണം ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും കൺസിസ്റ്റൻസി ഇസ് ദ കീ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് കൺസിസ്റ്റൻസിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനം വന്നിട്ട് ദ വൺ ആൻഡ് ഓൺലി സൺസ്ക്രീൻ. ഓക്കെ, കുറേ സൺസ്ക്രീൻ സത്യം പറഞ്ഞാൽ കുറേ നാളെ ഞാൻ ഉപയോഗിക്കാതിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് സൺസ്ക്രീൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മസ്റ്റ് ആണെന്ന് എനിക്കത് മനസ്സിലായി തുടങ്ങി. ഇതിപ്പം ഫിക്സ് ഡെർമയുടെ ഷാഡോ SPF 50+ ജെല്ലാണ്. PA++, UVA ആൻഡ് UVB പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇത് ഫിക്സ് ഡെർമയുടെ ആണ്. ഇത് കുറേ നാളായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കാണിക്കുവാണെങ്കിൽ എൻ്റെ ഇപ്പം എത്ര 1 2 3 4 ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. ഇതിലിപ്പോൾ സൺസ്ക്രീൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഞാൻ സൺസ്ക്രീൻ എപ്പോഴും ഉപയോഗിച്ചാലും ഇത് എല്ലാവരോടും കൂടെ പറയുന്നതാണ്, ട്യൂബാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് എടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറയാമല്ലോ, ഇത് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള സൺസ്ക്രീൻ ഇത് ഉള്ളിൽ കാണുമേ. അതുകൊണ്ട് നിങ്ങൾ ആരും തീർന്നിട്ട് അതേ പടി എടുത്ത് കളയരുത്. നമ്മൾ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കുമ്പം അത് മുറിച്ച് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതും മുറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം കേട്ടോ. വേസ്റ്റേജ് വരാൻ പാടില്ല. പ്രത്യേകിച്ച് സൺസ്ക്രീൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എല്ലാ മാസവും നമ്മൾ കറക്റ്റായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഓരോ ട്യൂബ് വെച്ച് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വെറുതെ കളയാൻ പാടില്ല. വളരെ അമൂല്യമായിട്ടുള്ള സാധനങ്ങളാണിത്. നെക്സ്റ്റ് വന്നിട്ട് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ആണ്. ഇത് നിങ്ങളെ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ടുണ്ട്. എന്തെങ്കിലും കാണിക്കും. ഇത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. ഇത് വരുമ്പം ഒനിയൻ ബ്ലാക്ക് സീഡ് ഓയിൽ ആൻഡ്
പച്ചൗലി എന്നാണ് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത്, എനിക്കറിയത്തില്ല. എനിവേ ഒരു ഒനിയൻ വേരിയൻറ്റ് വരുന്ന ഒരു പർട്ടിക്കുലർ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ആയത് കേട്ടോ. ഇത് 200 ml ആയിരുന്നു. പക്ഷെ ഇതിലിപ്പം നോക്കുവാണെങ്കിൽ ഷാമ്പൂ തീർന്നു, കണ്ടീഷണർ തീർന്നിട്ടില്ല. കമ്മിങ് ബാക്ക് ടു ദ റിവ്യൂ, ഇത് നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇവരുടെ തന്നെ ഈ സെയിം ബ്രാൻഡിന് തന്നെ ലാവൻഡർ ആർഗൻ ഓയിലിൻ്റെ ഒരു കോംബോ ഉണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ സ്മെൽ ഇസ് അമേസിങ്. മുടിക്ക് നല്ലൊരു ഫ്രേഗ്രൻസ് തരും അത്. അയ്യോ നല്ല രസം. എനിക്ക് ആ ഷാമ്പൂ ഇഷ്ടമായിരുന്നു അവിടെ. ആ ഷാമ്പൂ കണ്ടീഷണർ ഇഷ്ടമായിരുന്നു. കമ്പയർഡ് ടു ദാറ്റ് വൺ ഇതെനിക്ക് അത്ര എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ കൊള്ളത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആർഗൻ ഓയിൽ ആ ഒരു ലാവൻഡർ വേരിയൻറ്റ് വാസ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. എനിക്ക് അതിൻ്റെ ഫ്രേഗ്രൻസ് ഇസ് സോ ഗുഡ്. കാരണം മുടിയിലൊരു ആ ഒരു മണം നിൽക്കും കേട്ടോ. സത്യം നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ മുടിക്ക് നല്ലൊരു മണം അതുണ്ടായിരുന്നു. ഇതിന് അത്ര അങ്ങനത്തെ ഒരു ഇതില്ല. സ്ട്രോങ് ഫ്രേഗ്രൻസ് അല്ല അതിൻ്റെ, ഒരു മൈൽഡാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് വാഷ് ചെയ്ത് തരുമ്പോൾ മുടിക്ക് വരുന്ന ഫീലും ഒക്കെ നല്ലതായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു വേരിയൻ്റ് എന്തായാലും ഞാൻ റീപർച്ചേസ് ചെയ്യത്തില്ല കേട്ടോ. പക്ഷെ നല്ലൊരു ബ്രാൻഡ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമേ. സോ യെസ്, നെക്സ്റ്റ് വന്നിട്ട് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയസിനമൈഡ് 10% സെറം ആണ്. സോ യെസ്, ഇത് തീർന്നിട്ടുണ്ട്. ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അവിടെ ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എടുത്തിട്ട് വരാൻ വയ്യ. തീർന്നു, ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. റീപർച്ചേസ് ചെയ്തതിൻ്റെ കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടല്ല, ടു ബി വെരി ഹോണസ്റ്റ്. ഞാനിത് വാങ്ങിച്ച സമയത്ത് ഈ സെറവും ഇതിൻ്റെ തന്നെ ടോണറും വരുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടിയായിരുന്നു വാങ്ങിച്ചത്. ഉപയോഗിച്ച് കഴിഞ്ഞപ്പം സിറം പെട്ടെന്ന് തീർന്നു, ടോണർ ഇപ്പോഴും ബാക്കി ഇരിപ്പുണ്ട് ഈ ഒരു വേരിയൻറ്റിൻ്റെ. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഈ നയസിനമൈഡിൻ്റെ സിറം തന്നെ ഒന്നുകൂടെ വാങ്ങിച്ചത്. കാരണം എൻ്റെ കയ്യിൽ ഇവരുടെ ടോണർ, ഈ നയസിനമൈഡിൻ്റെ ടോണർ ബാക്കി ഇരിപ്പുണ്ട്. നല്ലതാണ് കേട്ടോ, ഇത് നല്ലതാണ്. പക്ഷെ വിറ്റമിൻ സി തരുന്നൊരു ഫീല് വേറെയാണ്. അതൊരു ഗ്ലോ തരും. ഇതും തരുന്നുണ്ട്. ഇത് എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമല്ലെന്നല്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം വിറ്റമിൻ സി സിറത്തിനോടാണ്. ആ ടോണർ എന്ന് തീരുന്നോ അന്ന് ഞാൻ വിറ്റമിൻ സി വാങ്ങിക്കുന്നതായിരിക്കും. വിറ്റമിൻ സി ബോറടിക്കുമ്പോൾ ഞാൻ ഇത് വാങ്ങിക്കും, ഇത് ബോറടിക്കുമ്പോൾ വിറ്റമിൻ സി വാങ്ങിക്കാറുണ്ട്. സോ യെസ്, നല്ല കേട്ടോ, നിങ്ങൾക്ക് ട്രൈ നോക്കി. ഇതിൻ്റെ കുഞ്ഞെടുപ്പ് കിട്ടും, അത് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ യാ, നെക്സ്റ്റ് വന്നിട്ട് ഞാനിപ്പോൾ സൺസ്ക്രീൻ കാണിച്ചില്ലേ, ഈ ഡപ്പയൊക്കെ തീർന്നിരിക്കുന്ന നിങ്ങളെ കാണിച്ചല്ലോ. ഇതുപോലെ ഞാൻ തീർത്ത് വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഇമോലിനാണോ എന്ന് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാണോ, ഞാൻ ഇമോലിൻ എന്നാണ് ചില സമയത്ത് പറയുന്നത്. സോ ഈ സൺസ്ക്രീനിൻ്റെ ഒരു നമുക്ക് ചില പ്രോഡക്റ്റ്സ് കംഫർട്ടാണ്, മനസ്സിലായില്ലേ, കംഫർട്ടബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ഒരു കംഫർട്ടബിൾ പ്രൊഡക്റ്റാണ് എനിക്കിത് വന്നിട്ട്. ഇതിപ്പോൾ തീർന്നു, വാങ്ങിക്കണേ ഇനി. ഇത് ചില മെഡിക്കൽ ഷോപ്പിൽ ഇത് കിട്ടത്തില്ല. ഓൺലൈൻ ഞാൻ വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ കിട്ടിയെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാറുണ്ട്. അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആണ്, മോയ്സ്ചറൈസേഷൻ തരുന്നുണ്ട്, ഈസിയാണ്, ഫ്രേഗ്രൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വേറൊരെണ്ണം ട്രൈ ചെയ്യണോ വേണ്ടല്ലോ, ഇത് ഇനി അടുത്താണ് ഇത് വാങ്ങിക്കാണ്ട്, അത് തീർന്നിട്ട് വേറെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ടിരിക്കുക. എന്തായാലും ഇത് നല്ലതാണ്. നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൊരു താരം കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ്. അത് ഫ്രേഗ്രൻസേ ഇല്ല, ഇതിന് നല്ല ഹൈഡ്രേറ്റിംഗ് തരും, കുറേ നാൾ പോരും, അത്യാവശ്യം നല്ലൊരു വലിയ ട്യൂബ് വരും. എനിക്കും 300 സംതിങ് എൻ്റെ റേറ്റ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപയോഗിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഓവർ ഹൈപ്ഡ് ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല സാധനം, കാരണം കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിനൊരു പോസിറ്റീവ് ഫീഡ്ബാക്കേ പറയാനുള്ളൂ. നല്ല സാധനം കേട്ടോ, ഡെഫിനറ്റ്ലി റീപർച്ചേസിങ്. സോ ദാറ്റ്സ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇന്ന് കാണിച്ചത്. നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഇതുപോലെ റിഗ്രറ്റ്സ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, വാങ്ങിച്ചിട്ട് പൈസ പോയല്ലോ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ID ആർദ്ര ജെ നായർ തന്നെയാണ്. ഇൻസ്റ്റഗ്രാം ID ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.